ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 മന്തോളായി വീഡിയോ ചെയ്തിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ട്രേഡിംഗ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്ക് ടെസ്റ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവ് ട്രേഡ് വീഡിയോസ് ചെയ്ത് അതിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ എന്തായാലും നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈവ് ട്രേഡ് വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക്, എൻട്രി എടുത്തതിൻ്റെ റീസൺ, അതുപോലെ നമ്മൾ ടാർഗറ്റ് വരെ അതെങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലൈവ് ട്രേഡിൽ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് സെയിം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ ഒരു 50 മിനിറ്റ്സ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. ഈ ഒരു സോണിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ടൈമിൽ സെല്ലിംഗ് വന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ലെവലിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈമായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ള ഈ ഒരു ബൈയിങ് ലെവൽ, ഇവിടുന്ന് ബയേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ ടേക്ക് ഓവർ ചെയ്തൊരു പോയിൻ്റാണിത്. ഇവിടുന്ന് 2-3 പ്രാവശ്യമായിട്ട് മാർക്കറ്റ് ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിൽ തട്ടിയിട്ട് എഗെയിൻ വന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ വരെ എത്തുന്നതായിരുന്നു നമ്മളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ തന്നെയാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെറിയൊരു ലെവലും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ആരോ മാർക്ക് കാണുന്ന ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്, 925ൻ്റെ ക്യാൻഡിൽ. അപ്പോൾ നമ്മളത് സ്പോട്ടിൽ 1 മിനിറ്റ്സ്ക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലാണ് ബേസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റത്തെ ആ ഒരു 1 മിനിറ്റ്സിൽ തന്നെ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫാളിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പോസ്റ്റ് ക്യാൻഡിൽ, ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനർത്ഥം ഇവിടെ ഈ ഒരു 2 ബൈയിങ് ക്യാൻഡിൽ, ഇവിടെ ബയേഴ്സ് പുഷ് ചെയ്ത ഈ ഒരു മാർക്കറ്റിൻ്റെ ബൈയിങ് സ്ട്രെങ്ത്ത് കുറഞ്ഞു വരുന്നു എന്നാണ് നമുക്കിവിടെ ഇൻഡിക്കേഷൻ തരുന്നത്. അതുപോലെ സെക്കൻഡ് ടൈമിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലും നമുക്ക് ഈ ഒരു ക്യാൻഡിലോട് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എഗെയിൻ ഒരു ഫാളിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് ഓപ്ഷൻ ചെയിനൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ കൺഫർമേഷൻ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പുറത്ത് നമുക്കിതൊരു സോണാണ്, പിന്നെ നമുക്ക് ടാർഗറ്റ് കറക്റ്റ് ഉണ്ട്, ചെറിയ സ്റ്റോപ്പ് ലോസേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കൺഫർമേഷൻ എല്ലാം കൂടെ മാച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് എടുത്തിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് കാണാൻ പറ്റും. ഫസ്റ്റത്തെ 5 മിനിറ്റ്സിൽ ഇത് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടി. പക്ഷേ നമുക്കത് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്കാൽപ്പിംഗ് രീതിയിലാണ് ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് 1 മിനിറ്റ്സിൽ പോയാലേ നമുക്ക് കറക്റ്റ് അത് ആ ഒരു പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്കിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു എൻട്രി എടുത്തത്. നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എൻട്രി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലെവലൊന്ന് നോക്കി നോക്കുക. 1 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ലോജിക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കി നോക്കുക. എഗെയിൻ ഒന്നും കൂടെ പറയാണ്, ഇവിടെ ഒരു ഫാളിങ് വന്നു, അതിനുശേഷം ബയേഴ്സ് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കത് പറ്റുന്നില്ല, അതാണ് നമുക്ക് ഇവിടെ ഒരു റിജക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു, അതിനുശേഷം എന്ത് ചെയ്തു, 2 ബിയറിഷ് ക്യാൻഡിൽ വന്നു. ഈ ഒരു ക്യാൻഡിലോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ കൺഫേം ആക്കാൻ പറ്റും ഇവിടെയുള്ള ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു, നെക്സ്റ്റ് സെല്ലേഴ്സിൻ്റെ കൺട്രോളിൽ മാർക്കറ്റ് വരാൻ പോകുകയാണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ. എപ്പോഴും ഇത് വർക്ക് ചെയ്യണം എന്നല്ല, പക്ഷേ നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മൾട്ടിപ്പിൾ കൺഫർമേഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ റിസ്ക് റിവാർഡ് ഓക്കെ ആണെന്ന് കൂടെ നോക്കുക. ചിലപ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടും, പക്ഷേ ഈ ഒരു റേഞ്ചിലൊക്കെ കൺഫർമേഷൻ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക എന്ന് പറഞ്ഞാൽ നമുക്കത് സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമ്മൾ സ്ട്രാറ്റജിയിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല, നമ്മൾ SL കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി, അതായത് ഒരു കുറച്ചും കൂടെ ഒരു ലോജിക്കൽ പ്ലേസിലേക്ക് നമ്മൾ SL മാറ്റിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ ചെറിയ SL വെക്കുമ്പോൾ സ്കാൽപ്പിംഗിൽ ശരിക്കും നമ്മൾ ചെറിയ SL വെക്കേണ്ടത്, പക്ഷേ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി പോയതുകൊണ്ട് തന്നെ പ്രീമിയം DK ചില സമയത്ത് വളരെ ഹൈ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചെറിയ ചേഞ്ചസ് വരുത്തിയത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ എൻട്രി എടുക്കൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി പറഞ്ഞു, അതുപോലെ നമ്മൾ SL കീപ്പ് ചെയ്തതിൻ്റെ ലോജിക്ക് പറഞ്ഞു. ഇനി അതുപോലെ നമ്മൾ ഇവിടെ ടാർഗറ്റ്, നമ്മളെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള ഒരു കാരണം നമുക്കിവിടെ പ്രീവിയസ് ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സോണിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇവിടെ മാർക്കറ്റ് ഫാൾ ചെയ്തു, അതിനുശേഷം നല്ല രീതിയിൽ ഇവിടുന്ന് മാർക്കറ്റ് ടേക്ക് ഓവർ ചെയ്തു, അതിനുശേഷം എഗെയിൻ ഫാൾ ചെയ്തു. ഈ ഒരു സമയത്തൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്തതാണ്, പക്ഷേ അവിടെയും മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മേ ബി ഒരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ട്രേഡ് ഉണ്ടായിരുന്നത്. നാളേക്കും നമ്മൾ സെയിം ഈ ഒരു ലെവലൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മാർക്കറ്റ് കറൻലി ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണിലാണ്. അപ്പോൾ മാർക്കറ്റ് മേ ബി ഇവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്കൗട്ടൊക്കെ തന്ന് ഒരു ട്രാപ്പ് രീതിയിൽ കാണിച്ചിട്ട് ഒരു ചെറിയ ടാർഗറ്റ് നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് മാർക്കറ്റ് ഈ ഒരു ലെവലിലൊക്കെ വന്ന് ഇവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ട്രാപ്പ് ആക്കിയിട്ട് മാർക്കറ്റ് അഗൈൻ ഒരു പുൾ ബാക്ക് തന്നിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ SL ഹിറ്റ് ആവും. പിന്നെ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ഫാൾ ചെയ്യുമ്പോഴാണ്. ഓക്കെ, നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഏകദേശം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് ഇവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് സെല്ല് പോകാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, അതുപോലെ നമുക്കൊരു ടാർഗറ്റും കിട്ടും. ഓക്കെ, ഇനി അതെല്ലാം മാർക്കറ്റ് ഇവിടുന്ന് ബുള്ളിഷായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിംഗ്, ചെറിയൊരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിലൊക്കെ എടുക്കാനേ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ട്രേഡ് പ്ലാൻ.
അപ്പോൾ നമ്മൾ പൊസിഷൻസും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഓർഡർ വിൻഡോ അതാണ്. നമ്മൾ 9:25 എൻട്രി എടുത്തത്. എസ് എൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ലോജിക്കലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വലുതായിട്ട് വരും. അപ്പോൾ നമ്മളത് ക്വാണ്ടിറ്റിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എസ് എൽ വലുതാക്കി സെയിം ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റ് സൈസിനെ കാട്ടി നമ്മളെ എസ് എൽ വലുതാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചിട്ടുള്ളത്. നോർമലി നമ്മളൊരു 90 to 120 ആ റേഞ്ചിലുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പൊസിഷൻ സൈസിംഗ് ഒക്കെ പഠിച്ചവർക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ലോജിക്കിലാണ് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. 60 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. 804 ബൈ ചെയ്തു. 942 നമ്മൾ എക്സിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മളൊരു 8000 റേഞ്ചിൽ നെറ്റ് പ്രോഫിറ്റബിൾ ആണ്. നിങ്ങൾക്ക് ലൈവ് ട്രേഡ് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതൊരു സപ്പോർട്ട് ആവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.